ഹായ് ഫ്രണ്ട്സ്, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടുള്ള മസ്തിഷ്കത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് മസ്തിഷ്കം അഥവാ തലച്ചോറ്. ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ ബ്രെയിൻ എന്നും പറയും. ഇത്രയും പ്രധാനപ്പെട്ട ഈ ഭാഗം അസ്ഥി നിർമ്മിതമായിട്ടുള്ള തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കൂടാതെ തലയോടിനുള്ളിലായിട്ട് 3 സ്തരപാളികളോട് കൂടിയ മെനിഞ്ചസ് എന്ന ആവരണവും കാണാം. ഈ മെനിഞ്ചസിന്റെ ആന്തരപാളിക്കിടയിലും മസ്തിഷ്കത്തിനുള്ളിലുള്ള അറകളിലെല്ലാമായി ഒരു ദ്രവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ദ്രവത്തിന് പറയുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. ഇപ്പൊ നമ്മൾ മസ്തിഷ്കത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി അല്ലേ. ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം തലച്ചോറിനെ കുറിച്ച് അഥവാ മസ്തിഷ്കത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ഫ്രീനോളജി. എന്താണ് ഫ്രീനോളജി എന്നാണ് പറയാം. ഓർമ്മിക്കാൻ എളുപ്പമാണ്. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ നോളജുകളെയും നമ്മൾ എവിടെയാണ് ഫ്രീ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്? എവിടെയാ? തലച്ചോറിലല്ലേ. അപ്പോൾ അത് വെച്ച് ഓർമ്മിക്കാം. ഫ്രീ ആയ എല്ലാ നോളജും സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഫ്രീനോളജി. ഈ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തലയോടിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ അതിനെ പറയുന്നത് ക്രേനിയോളജി എന്നാണ്. അപ്പോൾ ഓർമ്മിച്ചു വെക്കുക, തലയോടിനെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. അടുത്തതായി മസ്തിഷ്കത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ. ആദ്യമായി പറയാൻ പോകുന്ന ഭാഗമാണിത് സെറിബ്രം. ഓക്കെ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അപ്പൊ ഇവിടെ കാണുന്നത് പോലെ തന്നെ ധാരാളം ചുളിവുകളും മടക്കുകളൊക്കെ കാണാലോ അല്ലെ. അപ്പൊ ചുളിവുകളും മടക്കുകളൊക്കെ കാണപ്പെടുന്ന ബ്രെയിനിന്റെ ഏറ്റവും വലിയ ഭാഗത്തിന്റെ പേരാണ് സെറിബ്രം. ഇതിന്റെ പുറം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചാര നിറത്തിലാണ് കാണാൻ കഴിയുക. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കോർട്ടെക്സ്. അതുപോലെ സെറിബ്രത്തിന്റെ ഉള്ളിലുള്ള ഭാഗം വെള്ള നിറത്തിലാണ് കാണാൻ കഴിയുക. അതിന് പറയുന്ന പേരാണ് മെഡുല്ല. അപ്പോൾ ഓർമ്മിച്ചു വെക്കാം, പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല്ല എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുറം ഭാഗം കോർട്ടെക്സ് ജസ്റ്റ് ഓർമ്മിക്കാൻ നമുക്ക് പുക എന്ന് ഓർമ്മിക്കാം അല്ലെ. ഉൾഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? മെഡുല്ല. അപ്പോൾ ഉമ എന്ന് ഓർമ്മിച്ചൂടെ. ഇനി അടുത്തതായിട്ട് ഈ സെറിബ്രം എന്ന് പറയുന്ന ഈ വലിയ ഭാഗമാണ് ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മൾ കാണുന്ന സമയത്തും അതേപോലെ കേൾക്കുന്ന കാര്യങ്ങളും അല്ലെ, സ്പർശനം, അതേപോലെ ചൂട്, തണുപ്പ്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗം കൂടിയാണെന്ത്? നമ്മുടെ സെറിബ്രം. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലുള്ള പ്രവർത്തനത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ത്? സെറിബ്രം. അതുപോലെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നീ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? സെറിബ്രം എന്ന ഈ വലിയ ഭാഗം തന്നെയാണ് ആൻസർ. ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് സെറിബെല്ലം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം എന്നറിയപ്പെടുന്നതാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കൂടിയാണ് എന്ത്? സെറിബെല്ലം. നമുക്കറിയാം, മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? സെറിബെല്ലം. ഓർമ്മിക്കാൻ എളുപ്പമാണ്. മദ്യപിച്ച ആൾക്കാർ എങ്ങനെയാണ്? ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് നടക്കുക അല്ലെ. അപ്പൊ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടക്കുന്നു എന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ സെറിബെല്ലം അവിടെ ഓർമ്മിക്കാലോ. അതേപോലെ ഇതാണെങ്കിൽ സെറിബ്രത്തിന് താഴെയായിട്ട് 2 ദളങ്ങളോട് കൂടി കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ സെറിബെല്ലം. ഇതിലും ധാരാളം ചുളിവുകളും ചാലുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്തിനെയാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഒരു ഭാഗമാണ് തലാമസ്. ഈ ഭാഗത്തിനെ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെറിബ്രത്തിലേക്കും അതേപോലെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രാധാന്യമുള്ളവയെ മാത്രമാണ് ഈ ഭാഗം കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ റിലേ സ്റ്റേഷൻ അഥവാ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണെന്ത്? തലാമസ്. വേദന സംഹാരികൾ കഴിച്ചാൽ അത് ബാധിക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ എന്താണ്? തലാമസ് ആണ് വരിക. അപ്പോൾ ഓർമ്മിക്കാൻ എളുപ്പമാണ്. നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു വേദനയാണ് എന്ത്? തലവേദന അല്ലെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പെയിൻ കില്ലർ അഥവാ വേദന സംഹാരികൾ കഴിക്കും. അപ്പോൾ ഇത് ബാധിക്കുന്ന ഭാഗം ചോദിച്ചാൽ തലാമസ് ആണ് ആൻസർ. വേദന സംഹാരികൾ തലാമസിനെ ബാധിക്കുമ്പോൾ വേദന എന്ന് പറയുന്ന ആവേഗത്തെ സെറിബ്രത്തിലേക്ക് കടത്തിവിടാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ നമുക്ക് വേദന അറിയാതെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണെന്ത്? ഹൈപ്പോ തലാമസ്. തലാമസിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പാലനം നിലനിർത്താൻ അഥവാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ആ പേര് പോലെ തന്നെ ആന്തര സമസ്ഥിതി പാലനം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഓർമ്മിച്ചു വെക്കാം, ഹൈപ്പോ തലാമസ് ആണ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത്. അതുകൂടാതെ ദാഹം,
വിശപ്പ്, ലൈംഗിക ആസക്തി, ശരീരോഷ്മാവ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗം കൂടിയാണ് ഹൈപ്പോതലാമസ്. ഇനി അടുത്ത ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നതാണ്. ആ പേര് പോലെ തന്നെ ഒരു ഇടിവെട്ട് പേരാണ് അല്ലെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അനൈച്ഛിക ചലനം എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആക്ഷൻസ് നമ്മൾ പറയും. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ലാതെ, നമ്മുടെ കൺട്രോളിലല്ലാത്ത, നിയന്ത്രണത്തിലല്ലാത്ത പ്രവർത്തനങ്ങളെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അത് ഏതൊക്കെയായിരിക്കും? നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം അല്ലെ, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിനൊക്കെ താഴെയായിട്ട്, അതേപോലെ സെറിബെല്ലത്തോട് ചേർന്ന് കാണുന്ന ദണ്ഡാകൃതിയിലുള്ള ഒരു ഭാഗം കൂടിയാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.